ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൽ ഫിഷ് ചെയ്ത് നോക്കാൻ പോവാണ്. ഒന്നല്ല രണ്ടല്ല 1000 തവണ. ഇവിടെ നോക്കിയാൽ കാണാൻ ഞാനിതൊരു ഒരേ ഒരു പ്രാവശ്യം ഫിഷ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫിഷ് ചെയ്യാനായിട്ടൊരു സ്പോട്ടാണ്. ഇത് വേണമെന്ന് ഒരാവശ്യമില്ല, വെറുതെ ഒരു രസത്തിന് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം. 1000 തവണ ഫിഷ് ചെയ്ത് എന്തൊക്കെ ലൂട്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് എൻ്റെ കയ്യിൽ ഒരു ഫിഷിംഗ് റോഡ് റെഡിയാണ്. ഒരു 100-300 ഫിഷൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാരൻ ഒരുത്തൻ വന്നിട്ടുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് വെൻഡിങ് കിട്ടാൻ വേണ്ടി ഫിഷ് ചെയ്യുവാണ്. അപ്പം പറഞ്ഞു അവൻ ട്രേഡ് ചെയ്താൽ പോരെ. സില്ലി ബോയ്സ്. ഫിഷ് ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് ബുക്ക് കിട്ടി. ഡെപ്ത് സൈഡ് 3 ആണ് കിട്ടിയത്. ഇത് നമ്മുടെ ബോട്ടിലിട്ടാൽ നമുക്ക് പെട്ടെന്ന് വാട്ടറിലൂടെ ഒക്കെ പോകാൻ പറ്റും. എന്തായാലും നല്ലൊരു എൻജോയ്മെൻ്റ് ആണ്. പിന്നെ തിരിഞ്ഞൊക്കെ കാണുന്ന എൻ്റെ കൂട്ടുകാരൻ എനിക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു പെട്ടി നിറയെ ഡയമണ്ട്സ്. ഇവനിത് എന്നാ പറ്റി? ഇതിൻ്റെ പുറകിൽ എന്തേലും ദുരുദ്ദേശമുണ്ടോ? പിന്നെ ഞാൻ അവനെ ചേസ് ചെയ്തു പോയി. എനിക്ക് കിട്ടിയ ഫസ്റ്റ് എൻചാൻമെൻറ്റ് ബുക്ക് അവന് ഗിഫ്റ്റായിട്ട് കൊടുത്തു. പക്ഷേ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് കൊണ്ട് അവന് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. കാരണം അവൻ്റെ ബൂട്ടിൽ ഫോസ്റ്റ് മാർക്കറുണ്ട്. ഇതിൻ്റെ കൂടെ ഡെപ്ത് സൈഡും കൂടെ നമുക്ക് ഇടാൻ പറ്റൂല. എനിക്കങ്ങനെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ വലിയ കഴിവില്ല. ഫിഷ് ചെയ്ത് ഞാനൊരു ഫിഷിംഗ് റോഡ് തന്നെ ഫിഷ് ചെയ്തെടുത്തു. ഇത് കണ്ടോ, ലൂർ ടു അൺബ്രേക്കിംഗ്. ഇത് നമുക്ക് നമ്മുടെ ഓൾറെഡി ഉള്ള ഫിഷിംഗ് റോഡുമായിട്ട് കമ്പൈൻ ചെയ്ത് എൻചാൻറ്റ് ചെയ്ത് ബാക്കി ഫിഷ് ചെയ്യാം. ഈ ലൂറിൻ്റെ എൻചാൻമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മീൻ പിടിക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് 1000 എത്താം. ഇത് പവർ ഫിഷോ? നമ്മുടെ രണ്ടാമത്തെ ബുക്ക് നമ്മൾ എടുത്തിരിക്കുകയാണ്, ഇൻഫിനിറ്റി പവർ ഫോർ പിയേഴ്സി. ഓക്കെ, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇതെല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് പിന്നെ ഫിഷ് ചെയ്യും. നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഓരോന്ന് കയറി വരുന്നത് എന്തൊരു കഷ്ടമാണ്. ഒരു വാണ്ടറിംഗ് റൈഡർ കയറി വന്നു. പുള്ളിയുടെ കയ്യിലാണെങ്കിൽ മോസ് ഉണ്ട്, എൻ്റെ കയ്യിലാണെങ്കിൽ മോസ് ഇല്ല. എനിക്ക് ആവശ്യമുള്ള സാധനമാണ്. അതുകൊണ്ട് ഞാൻ ടീം ഈ ചെസ്റ്റ് അടിച്ചിട്ട്, ഇത് സെർവറിലുള്ള ഒരു ആഡ് ഓൺ ആണ്. ഇതുകൊണ്ടൊരു എൻഡർ ചെസ്റ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇതൊരു നല്ല പരിപാടിയാണ്. ഞാനത് എമറോൾഡ് എടുത്തിട്ട് ഈ ഡൂഡുമായിട്ട് ട്രേഡ് ചെയ്തു. പിന്നെ നമുക്ക് ട്രേഡൊക്കെ തന്നുകൊണ്ട് പുള്ളിനെ ജീവനോടെ വിട്ടയച്ചു. പിന്നെ പവർ ഫിഷോ? ഓക്കെ, നമുക്ക് അടുത്ത പണിയും കൂടെ വന്നു. നമ്മുടെ ഷോപ്പിലെ ഫ്ലെയിമും അതുപോലെ ഇൻഫിനിറ്റിയും ഒക്കെ തീർന്നു പോയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നേക്കുവാണ് ഗ്രൂപ്പിൽ. നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് ഏരിയയിൽ പോയി, ഇവിടെ ബാക്കി പ്ലേയേഴ്സൊക്കെ ഷോപ്പ് ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഇവിടെ നിന്ന് മേടിക്കാം. ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഒറ്റ ഡയമണ്ടിനാണ് വിൽക്കുന്നത്. അതുപോലെ ഇൻഫിനിറ്റിയും ഒരു ഡയമണ്ടിനാണ് ഞാൻ വിൽക്കുന്നത്. ഞാൻ ബുക്ക് വിൽക്കുന്ന പോലെ പല പ്ലേയേഴ്സ് ഫുഡ്, അതുപോലെ ചില ടൂൾസ്, ആർമറൊക്കെ വിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി നെതർ ഹബ്ബായിട്ട് കണക്ട് ചെയ്യണം. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിഷ് ചെയ്യാനുണ്ട്. ഞാൻ ഫിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അയൽക്കാരൻ എൻ്റെ അടുത്ത് വന്നു. ഞാനപ്പോൾ അവനെ ഫിഷ് ചെയ്യാൻ നോക്കി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അടുത്ത് ഇറങ്ങിപ്പോയി. ഞാൻ അവനെ കയറ്റാൻ നോക്കി, പക്ഷെ അവസാനം ഞാനായിരുന്നു എയറിൽ. ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും 561 എണ്ണമായി. ഇനി 439 പ്രാവശ്യം ഫിഷ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ സെർവർ ലോഗോൺ ചെയ്തപ്പോൾ ആരോ എൻ്റെ ബേസിൽ റെയ്ഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യനെ മര്യാദയ്ക്ക് ഫിഷ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. ഞാനിട്ട് ബെല്ലൊക്കെ വെച്ചിട്ട് അടിച്ചു നോക്കി. അപ്പം ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റേണ്ടതാണ്. പക്ഷേ എൻ്റെ ബേസ് മുഴുവൻ ഞാൻ അരിച്ചു പറക്കി നോക്കി, അവിടെ എങ്ങും ഒരു വില്ലേജർ പോലും ഇല്ല. നോക്കുമ്പോൾ അപ്പുറത്തെ ബേസിലെ റെയ്ഡായിരുന്നു. എൻ്റെ പാലത്തിൻ്റെ അക്കരെ അവന്മാരൊക്കെ നിൽക്കണ കണ്ടോ? ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ വന്ന് പെട്ടു എന്നാണ് എനിക്കറിയാത്തത്. പക്ഷെ ഞാൻ എല്ലാത്തിനെയും കൊന്നു. എന്നാലും 2 എണ്ണത്തിനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവൻ്റെ ബേസ് മൊത്തം നോക്കി, അവരുടെ ബേസ് മൊത്തം നോക്കി. നോക്കാനായിട്ടൊരു സ്ഥലം ഇനി ബാക്കിയില്ല. പക്ഷെ ആരുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും വന്ന് ഫിഷ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് കേഴ്സ് ഓഫ് വാനിഷിംഗ് എന്ന് പറഞ്ഞ ഒരു എൻചാൻമെൻറ്റ് ഫിഷ് ചെയ്ത് കിട്ടുവാണെങ്കിൽ ഒരിക്കലും അത് ഇടരുത്. കാരണം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മരിച്ചു പോകും. അപ്പോൾ ഈ വാനിഷിങ്ങിൻ്റെ കേഴ്സ് ഉള്ളതുകൊണ്ട്
എൻ്റെ ഫിഷിംഗ് റോഡ് കാണാണ്ടും പോകും. മരിച്ചു കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഉള്ള സാധനമൊക്കെ ഒന്ന് എൻചാൻമെൻറ്റ് ടേബിളിട്ട് എൻചാൻറ്റ് ചെയ്തെടുക്കുവാണ്. എനിക്ക് ഒരു ഫിഷിംഗ് റോഡും കൂടെ വേണം, കാരണം 2 എണ്ണം കമ്പൈൻ ചെയ്തിടാനാണ്. അതിനായിട്ട് അടുത്തുള്ള മൈൻ ഷാഫ്റ്റിൽ പോയി 8 കാലിയുടെ കടിയും കൊണ്ട് സാധനം ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഓക്കെ, നമുക്കിനി ലൂറാണ് വേണ്ടത്. യെസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ലൂറും ഉണ്ട്, ലെഗ് ഓഫ് ദ സീയും ഉണ്ട്. രണ്ടും കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫിഷ് ചെയ്യാനും പറ്റും, അതേപോലെ നല്ല ലൂട്ടും കിട്ടും. നമ്മൾ ഉറങ്ങാതിരുന്ന് ഫാൻറ്റംസ് വരെ സ്പോൺ ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട് 968. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. ഓക്കെ, ഇതാണ് അവസാനത്തെ ഫിഷിങ്. ഞാൻ എന്തായാലും ഈ മൈൻക്രാഫ്റ്റ് വേൾഡിൽ ഫിഷ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അങ്ങനെ 4 മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ ഫിഷിങ്ങിൻ്റെ പരിപാടി ഇവിടെ തീരാൻ പോവാണ്. കാരണം ഞാനിപ്പോൾ ലൂറിട്ടേക്കണ 1000ാമത്തെ ഫിഷിന് വേണ്ടിയാണ്. ഗോഡ്, എന്ത് അത്യാവശ്യമുള്ളതാണോ മതി. ഓക്കെ, എന്തായാലും നമ്മുടെ പരിപാടി സക്സസ്ഫുള്ളാണ്. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന സാധനങ്ങൾ. 6 തരക്കേടില്ലാത്ത എൻചാൻമെൻറ്റ് ബുക്കാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് മെൻറ്റിങ് കിട്ടി, പക്ഷേ ബുക്കായിട്ടല്ല എനിക്ക് കിട്ടിയത്. പകരം ഈ ഫിഷിംഗ് റോഡിലും ബോയിലും ആണ് എനിക്ക് മെൻറ്റിങ് കിട്ടിയേക്കണേ. എന്തായാലും കുഴപ്പമില്ല, കിട്ടിയല്ലോ. പിന്നെ മെയിനായിട്ട് കിട്ടിയെന്ന് പറയാനുള്ളത് സാഡിലും അതേപോലെ തന്നെ നെയിം ടാഗുമാണ്. പിന്നെ ഈ ബാറിലിരിക്കുന്ന നമുക്ക് കിട്ടിയ ജങ്ക് ലൂട്ടുകളാണ്. ഇതിങ്ങനെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ലൂട്ടുകളാണ് ജങ്ക് ലൂട്ട് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് കിട്ടിയ 1000ാമത്തെ ഫിഷിനെ ഞാൻ ദേ ഇവിടെ ഫ്രെയിമിൽ വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും 1000 ഫിഷിംഗ് എന്ന ടാസ്ക് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഗുഡ് ബൈ.